പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ഈ നെല്ല് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറേയേറെ പ്രശ്നങ്ങളുണ്ട്. അതും കുറേയേറെ കാര്യങ്ങൾ ഇന്ന് സെറ്റിൽ ചെയ്തു. അതിന് നല്ല തുക ചിലവ് വരുന്നതാണ് ആ സെറ്റിൽമെൻറ്റ് ഇന്നുണ്ടാക്കിയത് അവരുമായിട്ട് കൊടുക്കാനുള്ളതൊക്കെ. അപ്പോൾ ഇതെല്ലാം നാട്ടിലെ കൃഷിക്കാർക്ക് റബ്ബറിന് വില കൂടിയാൽ കൃഷിക്കാർ കൂടുതൽ കൃത്യമായി റബ്ബർ കൃഷി ചെയ്യും. അപ്പോൾ അവരുടെ റബ്ബർ വിൽക്കുന്നതിൻ്റെ വരുമാനം വരും. അതായത് ഈ ഇൻസെൻറ്റീവ് അവർക്ക് കൊടുക്കുന്ന തറവില മാത്രമല്ല, അത്രയും പ്രൊഡക്ഷൻ നടക്കും. നെല്ല് കൃഷി കൂടുതൽ വരും. ഇതേപോലെ കാർഷിക മേഖലയിൽ കൂടുതൽ സംഭവങ്ങൾ വരും. നമ്മുടെ ഓരോ മേഖലയിലും ഇൻകം വരും. അപ്പോൾ ഒരു വീട്ടിൽ തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി. 2 പേര് പെൻഷൻ മേടിക്കുന്നവരും ഒരു കുട്ടിയുണ്ടെന്ന് വെച്ചോ, അല്ലെങ്കിൽ 2 കൊച്ചുമക്കളുണ്ടെന്ന് വെച്ചോ, ആ വീട്ടിൽ അത്യാവശ്യം അവർക്ക് നന്നായിട്ട് ഈ കാര്യങ്ങൾ പിന്നെ കിട്ടും. അങ്ങനെ ചെയ്യാനാണ് കേരളം ഒരു വ്യത്യസ്തമായ സമീപനമുള്ള സംസ്ഥാനമാണ്. നവകേരളം സൃഷ്ടിക്കാനാണ്. ഇതിനൊപ്പം നവംബർ 1 നമ്മുടെ അതിദാരിദ്ര്യ മുക്തമായി പ്രഖ്യാപിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ വരുവാണ്. അതുകൊണ്ട് ഇത് വാസ്തവത്തിൽ ഇത്രയും നല്ലൊരു കാര്യം കേരളത്തിൽ ചെയ്യുന്നു എന്നുള്ളത് കൂടുതൽ ശക്തിപ്പെടുത്താൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നാണ് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ ചോദിക്കുമ്പോൾ ഈ കണക്ക് കൂട്ടിയിരുന്ന കാര്യമൊക്കെ ആ സമയത്ത് പറയാൻ പറ്റാത്തതുകൊണ്ട് പറഞ്ഞാൽ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഇത്ര കൂട്ടുമോ ഇവിടെ വരും. അപ്പം അങ്ങ് സാധാരണഗതിയിൽ അങ്ങനെ കണക്ക് കൂട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ക്യാബിനറ്റ് വെച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് നേരത്തെ പറയുന്നത് ഇതൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന കാര്യം. ആത്മവിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ കടം സാധാരണഗതിയിൽ എടുക്കും. പക്ഷേ കടമെടുക്കുന്നത് കഴിഞ്ഞ 30 വർഷക്കാലം കേരളത്തിലെ ഓരോ 5 വർഷവും വന്ന സർക്കാരുകൾ എടുത്ത കടത്തിൻ്റെ പരിധി അനുസരിച്ചെടുക്കുകയാണെങ്കിൽ 1,25,000 കോടി കൂടി അധികം കേരളത്തിന് ഇപ്പോൾ കിട്ടേണ്ടതാണ്. ഞാൻ ആ കണക്ക് നേരത്തെ പറഞ്ഞു. സാധാരണഗതി 90%, 100% വെച്ച് ഓരോ 5 വർഷം വർദ്ധിക്കും. പക്ഷേ ഇപ്പോൾ 60% പോലും കടം വർദ്ധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇന്ത്യയിലെ കടത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട 5 സംസ്ഥാനങ്ങളിൽ കടം കുറച്ച 5 സംസ്ഥാനങ്ങളിലൊന്നായിട്ട് കേരളത്തെ കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്കിൻ്റെയും സ്റ്റേറ്റ് ബാങ്കിൻ്റെയും ഒക്കെ കണക്കുകൾ വന്നത് നിങ്ങൾ കണ്ടു. AG അക്കൗണ്ടൻറ്റ് ജനറലിൻ്റെ കണക്കിനകത്തും നിന്ന് കേരളം ഇമ്പ്രൂവ് ചെയ്തു. യഥാർത്ഥത്തിൽ തോമസ് ഐസക്കിൻ്റെ വർഷത്തിൻ്റെ 5ാമത്തെ വർഷം 2,96,000 ആയിരുന്നു കേരളത്തിൻ്റെ കടം. അതിനു മുമ്പ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അവസാനത്തെ വർഷം അത് 1,56,000 ആയിരുന്നു. എൻ്റെ ഓർമ്മയെന്ന് ഞാൻ പറയുകയാണ്. VSൻ്റെ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ഏറ്റവും അവസാനത്തെ വർഷം അത് 86,000 കോടിയായിരുന്നു. ഓരോ സമയത്തും 90% അല്ലെങ്കിൽ 100% വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതനുസരിച്ച് 2,96,000 നിന്നും ഈ 5 വർഷം കഴിയുമ്പം ഏകദേശം 6 ലക്ഷം കോടി ആവണം. 4,70,000 കോടി വരെ എടുക്കാനേ കേന്ദ്ര ഗവൺമെൻറ് സമ്മതിച്ചിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ സാധാരണ എനിക്ക് മുമ്പുള്ള എല്ലാ ധനകാര്യമന്ത്രിമാരുടെയും സമയത്ത് കിട്ടിയിരുന്ന തുകയേക്കാളും 1,25,000 കോടി കുറച്ചേ എടുക്കാൻ കേരളത്തിലെ ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ളൂ. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ 10,000 കോടിയോളം അധികം ബാധ്യത വരാം. ആ ബാധ്യത വരുന്നത് പിന്നെ ഇത്രയും കടമെടുക്കാനുള്ള സമയത്ത് പോലും ആ കടം കിട്ടാതിരിക്കുന്ന ഇത് ചെയ്യണം. അതുകൊണ്ട് ബാധ്യതയൊന്നും അധികം വരില്ല, താങ്ങാൻ പറ്റാത്ത ബാധ്യത വരില്ല. കേരളം നല്ല സ്ട്രോങ് ആയിട്ട് പോകുന്നു എന്നുള്ളത് നിങ്ങൾക്കൊക്കെ സന്തോഷമല്ലേ? കാരണം നിങ്ങൾക്കെല്ലാം പത്രങ്ങൾക്കുൾപ്പെടെ മീഡിയയ്ക്കുൾപ്പെടെ ശക്തമായിട്ടൊരു അന്തരീക്ഷം ഉണ്ടാകുന്ന സാഹചര്യം. അതുകൊണ്ടാണ് ഞാൻ ആത്മവിശ്വാസത്തോടെ പറയുന്നു എന്ന് ഞാൻ പറഞ്ഞത്. അല്ല, അത് നിങ്ങൾക്ക് അങ്ങനെ പറയാം. പിന്നെ എല്ലാ ഗവൺമെൻറ്റുകളും ടൈമിങ്ങൊക്കെ നോക്കി തന്നെ പ്രഖ്യാപിക്കാറുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ ബീഹാറിലിപ്പോൾ എന്താ, അവിടുത്തെ ഇന്ത്യ മുന്നണി പ്രഖ്യാപിച്ചിട്ടുണ്ട്, അവിടുത്തെ BJP ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, മഹാരാഷ്ട്രയിലും കർണാടകത്തിൽ കഴിഞ്ഞ സമയത്ത് അവർ പ്രഖ്യാപിച്ചല്ലോ. അതൊക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പിലാണ്. ഞങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മാത്രമല്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഇത്രയും പറയേണ്ട കാര്യമില്ലല്ലോ. പഞ്ചായത്തും അസംബ്ലി തെരഞ്ഞെടുപ്പും അടുത്തടുത്ത് വരികയാണ്. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് ഈ ഐസ്ക്രീമിൻ്റെ മേളിൽ ഒരു ചെറി വെക്കുന്ന പോലെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തല്ല വെച്ചത്. ഞങ്ങൾ പറയുന്നത് ദിസ് വി ക്യാൻ ഡു, വി വിൽ ഡു, ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റും, ഞങ്ങൾ ചെയ്യും. ഗവൺമെൻറ്റിന് തുടർച്ചയായിട്ട് അധികാരത്തിൽ വന്നാൽ ഇത് കൃത്യമായി ചെയ്യും. ഞങ്ങൾ അല്ലാതെ നേരത്തെ ഇരുന്നവർ 18 മാസക്കാലത്തെ പെൻഷൻ, സാമൂഹ്യ പെൻഷൻ 600 രൂപയായിട്ട് പോലും കുടിശ്ശിക കൊടുത്തവരാണ്. ഇതൊക്കെ ഞങ്ങൾ രാഷ്ട്രീയത്തിൽ പറയും, പ്രചരിപ്പിക്കും. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ പറഞ്ഞ മഹാരാഷ്ട്ര, കർണാടക, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പറഞ്ഞതെല്ലാം അതേപോലെ കൊടുക്കുന്നുണ്ടോ നിങ്ങളൊന്ന് അന്വേഷിക്കണം. ഞങ്ങളങ്ങനല്ല. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പരമാവധി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോരായ്മ വന്നാൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളോട് ഞങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവാറില്ല. പത്രപ്രവർത്തകർ എന്നല്ലേ നിങ്ങൾ ചൂണ്ടിക്കാണിക്കും. ഞങ്ങൾക്കത് ദേഷ്യമില്ല. വിഷമം കാണുമായിരിക്കും ചില സമയത്ത്. ഞങ്ങളെ ആകെ ശ്വാസം മുട്ടിക്കുന്ന സമയത്ത് ആ പണം തരാത്തതിനെ പറ്റി നിങ്ങൾ പറയാതെ ഞങ്ങളെ വിമർശിക്കുമ്പോൾ ഞങ്ങൾക്ക് വിഷമം ഉണ്ടാവും. പക്ഷേ ഇവിടെ അതല്ല. ഇത് നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെ ഇതെല്ലാം കൃത്യമായി ഈ കാര്യങ്ങളെല്ലാം നടന്നു വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പെട്ടെന്ന് കേന്ദ്രം ഇപ്പം തന്നെ 6,000 കോടി രൂപ ഈ വർഷം ആദ്യം കുറച്ചു. GSTയുടെ വന്നപ്പോഴും കുറച്ച് കുറയുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ മാത്രമല്ല, 8 സ്റ്റേറ്റുകൾ ഞങ്ങൾ കൂടി കണക്ക് വെച്ചു. ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ
ഇത് നന്നായി നടത്താൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസം കൊണ്ടാണ്. ആത്മവിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ പറയാറില്ലെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ ആവശ്യമില്ലാതെ ഇതുവരെ അങ്ങനെ ഒരു പറ്റാത്ത കാര്യമൊന്നും സാധാരണ പറയാറില്ല. ഇതിപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് നല്ല വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. ആ വിശ്വാസം ധനകാര്യ വകുപ്പിനും കൂടെ ഉള്ളതുകൊണ്ടും ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നത്. ധനകാര്യ വകുപ്പിനുണ്ട്. നവംബറിൽ ചില കാര്യങ്ങൾ ഇതിൻ്റെ എല്ലാം ഫയലൊക്കെ അടിയന്തരമായി ക്യാബിനറ്റ് തീരുമാനം കഴിഞ്ഞ് ഫയൽ മൂവ് ചെയ്യുന്നുണ്ട്. അടിയന്തരമായിട്ട് ഇപ്പോൾ DAയുടെ കാര്യം പറഞ്ഞല്ലോ. DA സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് DA 4% അടുപ്പിച്ചാണെന്ന് തോന്നുന്നു ഈ സമയത്ത്. അതിൻ്റെ എല്ലാം നടപടിക്രമം ഇപ്പം തന്നിട്ട് പെട്ടെന്ന് തന്നെ ആവാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. കാരണം 2 ദിവസം പെൻഷനും ഇപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. പെൻഷൻ്റെയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പെൻഷനും ചെയ്യാൻ പറ്റും. അത് സംബന്ധിച്ചും അടിയന്തരമായിട്ട് അതിൻ്റെ കൃത്യമായ ഒരു മാനദണ്ഡമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റു കാര്യങ്ങളും ആ മാനദണ്ഡം അതിൻ്റെ സിസ്റ്റം നടപ്പിലാക്കുന്നതിൻ്റെ ഒരു ചെറിയ സമയം വരും. കാരണം ഇത്രയേറെ ആളുകളുടെ ലിസ്റ്റൊക്കെ ആക്കി എടുക്കുന്നത് അതിന് വേറെ തടസ്സമൊന്നുമില്ല. ഒരു ബ്രോഡായ മാനദണ്ഡമുണ്ട്. അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും.